ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മുടെ ഹോമിയോ നഴ്സിംഗിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിരുന്നു അല്ലേ? ആ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അല്ലേ? സോ ആ പഠനത്തിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണല്ലോ നമ്മൾ സാധാരണ സിലബസ് കാര്യങ്ങളൊക്കെ നോക്കുക. സോ ഹോമിയോ നഴ്സിംഗിന്റെ സിലബസ് കൂടെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക, സിലബസ് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. എക്സാമിനേഷൻ വരുന്നത് അറിയാമല്ലോ, നവംബർ മാസം 20-ാം തീയതിയാണ് എക്സാം വരിക. ഇനി ഏകദേശം 3 മാസം കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ഹോമിയോ നഴ്സിംഗിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അതായത് നോക്കിക്കേ, നമ്മൾ DME DHS പഠിച്ചതുപോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഒരു എൻറ്റയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സിലബസിൽ വ്യത്യാസമില്ല, പക്ഷെ ചെറിയ തോതിൽ അതിന്റെ ഫ്രെയിം വർക്കിൽ പിന്നെ കുറച്ച് അഡീഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മുടെ സിലബസിലുണ്ട്. സോ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലെ വ്യത്യാസം നമുക്ക് നമ്മുടെ എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് നിങ്ങൾ സിലബസ് അറിഞ്ഞ് അല്ലെങ്കിൽ സിലബസ് നന്നായിട്ട് നോക്കി സിലബസ് വെച്ച് തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക. നോക്കാം നമുക്ക് സിലബസ്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി ആണ്. അതിൽ നോക്കിക്കുക, അനാട്ടമിക്കൽ ടേംസ്, പിന്നെ കൂടെ സെൽസ്, ടിഷ്യൂസ്, ബ്ലഡ്, അതായത് ഓരോ സിസ്റ്റത്തിന്റെ എല്ലാ സിസ്റ്റത്തിന്റെയും അനാട്ടമി ഫിസിയോളജി പറയുന്നുണ്ട് കേട്ടോ. ബ്ലഡ് അല്ലെങ്കിൽ ഹെമറ്റോളജി, പിന്നെ ഹാർട്ട്, കൂടാതെ ലിംഫാറ്റിക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിന്റെ എല്ലാ അനാട്ടമി ഫിസിയോളജി പറയുന്നുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം കേട്ടോ. ഇതിന്റെ അനാട്ടമി ഫിസിയോളജി, പിന്നെ സെൻസ് ഓർഗൻസ്. അത് കഴിഞ്ഞിട്ട്, അതായത് അനാട്ടമി ഫിസിയോളജി കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് നമ്മുടെ മസ്കുലർ സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ മൈക്രോബയോളജിയിലേക്കാണ് വരുന്നത്. മൈക്രോ ഓർഗാനിസംസ്, പിന്നെ ഇൻഫെക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്. പിന്നെ ബിഹേവിയറൽ സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സൈക്കോളജി കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജി നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോഷ്യോളജിയിൽ എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ DM എക്സാമിന് ചോദിച്ചാണ് അല്ലെ. ഫാമിലി സൈക്കിള്, പിന്നെ മാരേജ്, സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. കൂടാതെ നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്റേൺഷിപ്പ് സബ്ജക്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ സിലബസിൽ ഉള്ളതാണ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഒക്കെ. പക്ഷേ ഇവിടെ അത് ഇന്റേൺഷിപ്പ് സബ്ജക്റ്റിന്റെ അണ്ടറിലാണ് ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ. അതുകൂടാതെ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ DME എക്സാമിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാവും അല്ലെ. എഡ്യൂക്കേഷനിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും റിസർച്ചിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അത് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ നന്നായിട്ട് സിലബസ് കവർ ചെയ്തതിന് പഠിക്കുക കേട്ടോ. ഓക്കെ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതുകൂടാതെ റിസർച്ച്, പിന്നെ പ്രൊഫഷണൽ ട്രെൻഡ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. പ്രൊഫഷണൽ ട്രെൻഡ്സ്, പ്രൊഫഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതുകൂടാതെ നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഡ് മാനേജ്മെന്റ് കേട്ടോ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഡ് മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇന്റേൺഷിപ്പ് സബ്ജക്ട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നഴ്സിംഗ് ഫൗണ്ടേഷൻസ്, അതിനകത്ത് നമ്മുടെ നഴ്സിംഗ് കൺസെപ്റ്റ്, പ്രൊഫഷണൽ എത്തിക്സ്, ഹോളിസ്റ്റിക് നഴ്സിംഗ്, പിന്നെ meeting basic needs of the patient, nutritional needs, elimination needs, hygienic needs, next meeting psychological and spiritual needs, അതുകൂടാതെ കെയർ ഓഫ് ടെർമിനലി ഇൽ ആൻഡ് ഡൈയിങ്, പിന്നെ പേഴ്സണൽ ഹൈജീൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇൻട്രൊഡക്ഷൻ ടു ക്ലിനിക്കൽ ഫാർമക്കോളജി, അതായത് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ, റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്ന ഏരിയ ആണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്ന കാര്യമാണ്. അതുകൂടാതെ നോക്കിയേ, പിന്നെ നമ്മുടെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ, നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ തന്നെ പഠിക്കുന്ന കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നോക്കി, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് അഡ്മിഷൻ, ഡിസ്ചാർജ് പ്രൊസീജിയർ, പിന്നെ അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്, വൈറ്റൽ സയൻസ്, പ്രിപ്പറേഷൻ ഓഫ് പേഷ്യന്റ് യൂണിറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനീമ, ബൗൾ വാഷ്, സക്ഷനിങ്, IV ട്രാൻസ്ഫ്യൂഷൻ, IV തെറാപ്പി, കെയർ ഓഫ് ഡൈയിങ് പേഷ്യന്റ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, എസ്റ്റാബ്ലിഷിംഗ് സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ, റോൾ ഓഫ് നഴ്സിംഗ് കൗൺസിലിംഗ് മീഡിയ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ടൈപ്സ് ഓഫ് ഏവിയേറ്റ്സ്, ഇങ്ങനെയെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പഠിക്കണം. പിന്നെ അതുകൂടാതെ നാഷണൽ, ഇന്റർനാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ലോക്കൽ ന്യൂട്രീഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് കോമ്പോസിഷൻ, നോർമൽ ഡയറ്ററി റിക്വയർമെന്റ്സ്, ഫുഡ് പ്രിപ്പറേഷൻ, പ്രിസർവേഷൻ, സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂട്രീഷനിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, സിലബസിൽ പറയുന്നുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ ഏജൻസീസ്, പിന്നെ നഴ്സിംഗ് അസസ്മെന്റ്, ഓൾട്ടേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസ് കവർ ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ അണ്ടറിലാണ് വരുന്നത്. കൂടാതെ നഴ്സിംഗ് ഓഫ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഇംപെയർഡ് റെസ്പിറേറ്ററി ഫംഗ്ഷൻ, നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിലെയും ബാധിക്കുന്ന ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. നോക്കി, റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ്, പിന്നെ മെറ്റബോളിക് ആൻഡ് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സ്, പിന്നെ റീനൽ യൂറിനറി ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതുപോലെ എല്ലാ സിസ്റ്റവും കവർ ചെയ്ത് മെഡിക്കൽ സർജിക്കൽ കണ്ടീഷൻസ് പഠിക്കേണ്ടതായിട്ട് വരും. ലൈക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, പിന്നെ ഓങ്കോളജി നഴ്സിംഗ്, ഇതെല്ലാം നമുക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ അണ്ടറിൽ പഠിക്കേണ്ടതായിട്ട് വരും. കൂടാതെ ഡിസോർഡർ ഓഫ് ബ്രസ്റ്റ് ഡിസോർഡേഴ്സ്, ഇന്റർഗ്യുമെന്ററി സിസ്റ്റം, ഐ, ഇയർ, നോസ്, അല്ലെങ്കിൽ ENT
IENT ഇതൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റംസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഹെമറ്റോളജിക്കൽ സിസ്റ്റം, സോ ഇതൊക്കെ ഇതിനൊക്കെ കവർ ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നതോ എമർജൻസി മാനേജ്മെന്റ്. അതിനകത്ത് പ്രിൻസിപ്പിൾസ്, ട്രയാജ്, CPR, പോയിസണിങ്, പിന്നെ ഷോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൂടാതെ ബാക്കിയുള്ള ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പിന്നെ നമ്മുടെ സൈക്യാട്രി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് കൂടാതെ നമുക്കറിയാം നമ്മുടെ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് കവർ ചെയ്ത് പഠിക്കണം. എല്ലാ ഏരിയാസും ഏകദേശം എല്ലാ ഏരിയാസും ഇതിൽ സ്പെസിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ OBG, നെക്സ്റ്റ് OBG. അപ്പോൾ എല്ലാ നമ്മൾ നഴ്സിംഗിന് പഠിച്ചിട്ടുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയും എല്ലാ സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ കഴിയുക, നമുക്ക് ജോലി ലഭിക്കാനായിട്ട് കഴിയുക. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഇനി ഏകദേശം ഒരു 3 മാസമാണ് നമ്മുടെ കയ്യിൽ എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ എജൂസ് അക്കാഡമിയിൽ ഹോമിയോ നഴ്സിംഗിന്റെ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.